ഹലോ ഗായ്സ്. നമ്മുടെ സ്വിംഗ് ട്രേഡിംഗ് കോഴ്സിലെ സെക്കൻഡ് വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് വളരെ ആക്യുറേറ്റ് ആയ ട്രേഡ്സ് എടുക്കാൻ സാധിക്കും. പിന്നെ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് ഒരു പരിധിവരെ പ്രഡിക്റ്റ് ചെയ്യാനും സാധിക്കും. ഒരു പരിധിവരെ എന്ന് ഞാൻ പറയുന്നത് ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ എന്തായാലും സംഭവിക്കും, അല്ലെങ്കിൽ ഉറപ്പായിട്ടും സംഭവിക്കും എന്നുള്ള ഒരു കാര്യമില്ല. എല്ലാം പ്രോബബിലിറ്റിയിലാണ്. അതുകൊണ്ട് ഒരു നല്ല പ്രോബബിലിറ്റി ഉള്ള ട്രേഡുകൾ, സക്സസ്സിന് നല്ല പ്രോബബിലിറ്റി ഉള്ള ട്രേഡുകൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം ട്രേഡിലേക്ക് പോവാം. ഇതിൽ ഞാൻ ഇവിടെ ഇത് ട്രേഡിംഗ് വ്യൂവിൻ്റെ ഇൻ്റർഫേസ് ആണ്. ഇതിൽ 4 സ്റ്റോക്സ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ONGC ആണ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, ആ സെക്ടർ എന്നുള്ള ഒരു സ്റ്റോക്കാണ്. പിന്നെ ഒന്ന് ബാങ്കിങ് സെക്ടർ എന്നുള്ള സ്റ്റോക്കാണ്, ആക്സിസ് ബാങ്ക്. പിന്നെ ഒന്ന് ഏഷ്യൻ പെയിൻറ്റ്, ഒരു കമ്മോഡിറ്റി. പിന്നെ ഒരു ഓട്ടോ മൊബൈൽ സെക്ടർ എന്നുള്ള സ്റ്റോക്കാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. സോ ഇത് 4 സെക്ടറിലെയും ഉള്ള സ്റ്റോക്കുകളിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ONGCയിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് കിടക്കുന്നത്. 2 ഇൻഡിക്കേറ്റേഴ്സാണ് ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ആദ്യം ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ അതേ ഇൻഡിക്കേറ്ററാണ് മൂവിങ് ആവറേജ് എക്സ്പൊണൻഷ്യൽ, അഥവാ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് വീണ്ടും പറയാത്തത്. ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. പിന്നെ സ്റ്റൈലിൽ പ്ലോട്ടിലുള്ള 100 മൂവിങ് ആവറേജും 200 മൂവിങ് ആവറേജും ഒഴിവാക്കുക. എന്നിട്ട് ഈ 20 MA നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് 20 MAയുടെയും 50 MAയുടെയും കളർ ചേഞ്ച് ചെയ്യാം. ഞാൻ 20 MA ഗ്രീനും 50 MA റെഡുമാണ് വെക്കാറ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് വെക്കാം. ഓക്കെ. പിന്നെ വേറൊരു ഇൻഡിക്കേറ്ററാണ് MACD എന്ന് പറഞ്ഞിട്ട്, മൂവിങ് ആവറേജ് കൺവെർജൻസ് ഡൈവർജൻസ് ആണ് ഇൻഡിക്കേറ്ററിൻ്റെ ഫുൾ ഫോം. ഇതും ഫ്രീ ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫ്രീ വേർഷനിൽ അവൈലബിൾ ആണ്. ഏതൊരു ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ട്രേഡിംഗ് വ്യൂയുടെ ബേസിക് വേർഷൻ, ഫ്രീ വേർഷനിൽ അവൈലബിൾ ആയ ഇൻഡിക്കേറ്റേഴ്സ് മാത്രമേ ഞാനിതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഫ്രീ വേർഷനിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് പെയ്ഡ് വേർഷൻ്റെ ഒരാവശ്യമില്ല. ഫ്രീ ആയിട്ട് അവൈലബിൾ ആയ വേർഷനിൽ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഇതിലുള്ളൂ. അപ്പോൾ ONGC ഇപ്പോൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് കിടക്കുന്നത്. നമ്മൾ 2 ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്തു. എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ്, അതിൽ 20 MAയും 50 MAയും വെച്ചു. പിന്നെ MACD എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേറ്റർ വെച്ചു. ഇതാണ് MACD ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇനി ടൈം ഫ്രെയിം ആദ്യം വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് ആക്കുക. 2 ടൈം ഫ്രെയിമിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് ആക്കുക. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുന്നത് ഈ MACD യൂസ് ചെയ്യേണ്ട എങ്ങനെയെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. MACDയിൽ ഈ ബ്ലോക്സ് കണ്ടില്ലേ, ഈ വോള്യത്തിൻ്റെ ബാറ് പോലത്തെ ഈ ബ്ലോക്സ് റെഡാണ്. ഇപ്പോൾ ഈ റീജിയണിലൊക്കെ റെഡാണ് കണ്ടോ. 12th April 2021 റെഡാണ്. പിന്നെ അത് റെഡിന്ന് ഗ്രീൻ ആവുന്നത് 31st May 2021. അപ്പോൾ റെഡിന്ന് ഗ്രീൻ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീക്ക് മുതൽ ചെറുതായി ബുള്ളിഷ്നെസ് ആ സ്റ്റോക്കിൽ വന്നു എന്നാണ് അർത്ഥം. പിന്നെ ഈ 31st May 2021 മുതൽ 28th June 2021 വരെ അങ്ങനെയാണ്. പിന്നെ 5th July 2021 മുതൽ ഇത് റെഡ് ആവുന്നുണ്ട്. ഈ ബ്ലോക്കിന്റെ കളർ മാറുന്നുണ്ട്. അതിന്റെ അർത്ഥം ആ വീക്ക് മുതൽ ബിയറിഷ്നെസ് വരികയാണ് ഈ സ്റ്റോക്കിൽ എന്നാണ്. അതായത് ആ സ്റ്റോക്കിന്റെ ജനറൽ ട്രെൻഡ് ബിയറിഷ് ആയിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഇത് വീക്ക്ലി ടൈം ഫ്രെയിമിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസിൽ ആദ്യം വീക്ക്ലി ടൈം ഫ്രെയിമും ഡെയിലി ടൈം ഫ്രെയിമുമാണ് നോക്കുന്നത്. സോ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെഡിൽ നിന്നും ഗ്രീനിലേക്ക്, അതായത് വീക്ക്ലി ടൈം ഫ്രെയിമിലെ MACD, സ്റ്റോക്കിൻ്റെ MACD, മൂവിങ് ആവറേജ് കൺവെർജൻസ് ഡൈവർജൻസ്, റെഡിൽ നിന്നും ഗ്രീനിലേക്ക്, ഈ ബ്ലോക്ക് റെഡിൽ നിന്നും ഗ്രീനിലേക്ക് ആവുന്ന എപ്പോഴാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് സിഗ്നൽ. അപ്പോൾ
ഇവിടെ റെഡാണ്. മൺഡേ 5th of June 2023 മുതൽ 10th of July 3rd of July 2023 വരെ റെഡാണ്, ബിയറിഷ്നെസ് ആണ് സ്റ്റോക്കിൽ. അത് കഴിഞ്ഞ് 10th of July 2023 മുതൽ ഗ്രീനാണ്. അപ്പോൾ അവിടുന്ന് മുതലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ 10th of July 2023 ഈ സ്റ്റോക്ക് ONGC ബുള്ളിഷായി എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഉടനെ അടുത്ത പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ നോക്കിയത് വീക്ക്ലി ടൈം ഫ്രെയിമിൽ 10th of July 2023 ആണ്. അപ്പോൾ ഏതാണ്ട് അതേ ഡേറ്റിന് പോവുക. ഇതാണ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ ജൂലൈ മാസം, അല്ല ഡെയിലി ടൈം ഫ്രെയിമിൽ ജൂലൈ മാസം. അപ്പോൾ അതാ 10th of July ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ 10th of July കഴിഞ്ഞിട്ട് ആദ്യം ഡെയിലി ടൈം ഫ്രെയിമിൽ വരുന്ന സിഗ്നൽ, ബുള്ളിഷ് സിഗ്നൽ, അതായത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ സിഗ്നൽ എപ്പോഴാണോ വരുന്നത് ആ ദിവസം ആ ഡെയിലി ക്യാൻഡലിൽ നിങ്ങൾ എൻ്റർ ചെയ്യണം. അപ്പോൾ 10th of July ഇതാണ് ഒരു ബിയറിഷ് ക്യാൻഡിലാണെന്നുള്ളത്. നെക്സ്റ്റ് ഡേ ഈ ക്യാൻഡിലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബൗൺസ് ഓഫ് വരുന്നത്, അതായത് 20 MA പോയി ബൗൺസ് ഓഫ് ചെയ്യുന്നത് ഏതാണ്ട് ഇവിടെയാണ്. കണ്ടോ, ഇവിടെ പോയി ബൗൺസ് ചെയ്തു. പിന്നെ തിരിച്ച് മേലേക്ക് കയറുന്നത് 21st of July 2023 അപ്പോൾ 21st of July 2023 നോക്കുകയാണെന്ന് വെച്ചാൽ കണ്ടോ, ഇവിടെയാണ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പ്രീവിയസ് സ്വിംഗ് ലോ എന്ന് വെച്ചാൽ ഇതിന് താഴെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം, അല്ലെങ്കിൽ ഇതേ ക്യാൻഡിലിൻ്റെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോയിലെ താഴെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ എടുത്തു വിചാരിക്കുക. അപ്പോൾ 3.25 ആണ്, ഏകദേശം 6 എടുത്തു, 1:2 എടുത്തു എന്ന് വിചാരിക്കുക. വളരെ ഈസി ആയിട്ട് ഇത് കിട്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓവറോൾ ട്രെൻഡ് നിങ്ങളുടെ ഫേവറിലാണ്. നിങ്ങൾ ട്രെൻഡിന് എഗൻസ്റ്റ് അല്ല ട്രേഡ് ചെയ്യുന്നു, നിങ്ങൾ ട്രെൻഡിൻ്റെ കൂടെയാണ്. അതായത് മാർക്കറ്റിൻ്റെ ആ സ്റ്റോക്കിൻ്റെ ഓവറോൾ ട്രെൻഡ് എന്താണ്, ബുള്ളിഷാണ്. അപ്പോൾ നിങ്ങളും ബുള്ളിഷ് സൈഡിലേക്കാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭൂരിപക്ഷം ട്രേഡും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും ഈ സ്ട്രാറ്റജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതായത് പ്രോബബിലിറ്റിയാണ് പറയുന്നത്, ഒരു 60% ആക്യുറസി ഒക്കെ എന്തായാലും ഉണ്ടാവും. 1:2 അല്ലെങ്കിൽ തുടക്കക്കാരനാണെങ്കിൽ 1:1.5 ഇതിൽ യൂസ് ചെയ്യാം ഈ ടെക്നിക്കിൽ. പിന്നെ അപ്പോൾ 2 ടൈം ഫ്രെയിമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, വീക്ക്ലി ടൈം ഫ്രെയിമും ഡെയിലി ടൈം ഫ്രെയിമും. പിന്നെ MACD ഇൻഡിക്കേറ്ററും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ONGCയിൽ നോക്കി ഈ സെയിം കാര്യം ഒരു ബാങ്ക് സ്റ്റോക്സിൽ നോക്കുകയാണ്. ഞാൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് എന്നുള്ളതിൽ ഇത് ചെയ്ത് കാണിച്ചു തരികയാണ്. അതുകൊണ്ടാണ് ഒന്ന് ONGCയും ഒന്ന് ആക്സിസ് ബാങ്കിൻ്റെ സ്റ്റോക്ക് കൊടുക്കാൻ കാരണം എല്ലാ സെക്ടേഴ്സിലും ഇത് വർക്ക് ചെയ്യുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ. അപ്പോൾ സെയിം നമ്മുടെ സിറ്റുവേഷൻ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോവാണ്. അപ്പോൾ ബിയറിഷ്നെസ് ഇവിടെ മുതൽ തുടങ്ങുകയാണ് ബിയറിഷ് ട്രെൻഡ്. വീക്ക്ലി ടൈം ഫ്രെയിം MACD 16 ഒക്ടോബർ മുതൽ 20 നവംബർ വരെ ബിയറിഷ് ആണ്. ബുള്ളിഷ് ട്രെൻഡ് തുടങ്ങുന്നത് 28 നവംബർ 2023. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ 28 നവംബർ ആ ആഴ്ച, അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച നെക്സ്റ്റ് മൺഡേ മുതൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നവംബറിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമാണ്. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ പിന്നെ നിങ്ങൾ MACD നോക്കേണ്ട ആവശ്യമില്ല. ഈ 20 MA ബൗൺസ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ 20 MA മേലേക്ക് ക്രോസ് ചെയ്യുക. ഈ പച്ച ലൈനാണ് 20 MA, അതിൻ്റെ മേലേക്ക് ക്രോസ് ചെയ്യുന്നു എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഈ സ്ട്രാറ്റജി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് രണ്ടാമത് പറയാത്തത്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ആദ്യം ആ വീഡിയോ കാണുക. അപ്പോൾ നവംബർ മാസമാണ് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നത്. 28 നവംബറിനാണ് ട്രേഡ് എടുത്തു. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ ഇതാണ് പ്രീവിയസ് ക്യാൻഡലിൻ്റെ, അതിൻ്റെ ലോ ഇതാണ്. അതിലേക്ക് കുറച്ചും കൂടി താഴെ ഒരു ബഫർ വിട്ടിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചു. 2.60% ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഒരു 4%, 5% ഒക്കെ നമുക്ക് 1:2 വിചാരിക്കാം. 5.5 വെച്ചാൽ പോലും കിട്ടുന്നുണ്ട്. കാരണം ഈ സ്റ്റോക്ക് ഓൾ ദ വേ 1145 വരെ പോയി. അത്രയൊന്നും നമ്മൾ സാധാരണ എടുക്കാറില്ല. ഇത് മൊത്തം പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ എന്നിട്ട് പോലും റിവേഴ്സ് ആയില്ല. ഇവിടെ നിന്ന് ബൗൺസ് ഓഫ് ചെയ്ത് പിന്നെയും മേലോട്ട് തന്നെ പോക്ക്. 11.61% ആണ് ഇതിൽ മൊത്തം വന്നിരിക്കുന്നത്. 11.61%. അപ്പോൾ ആക്സിസ് ബാങ്ക് സ്റ്റോക്കിലാണ് ഇപ്പോൾ ഇത് നമ്മൾ ചെയ്ത് നോക്കിയത്. ഇനി അടുത്തത് വേറെ സ്റ്റോക്ക് കൂടി നോക്കാം. ഒരുപാട് സ്റ്റോക്കുകളായാൽ
വീഡിയോ വല്ലാതെ നീണ്ടുപോകുമെന്നുള്ള ഒരു പേടിയുണ്ട്. അതുകൊണ്ടാണ് ഒരു 4 സ്റ്റോക്ക് മാത്രം നോക്കിയത്. ഓക്കെ, ഏഷ്യൻ പെയിൻറ്റ്സ്. ഏഷ്യൻ പെയിൻറ്റ്സിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ MACD ബുള്ളിഷ് ആവുന്നത് 11th December 2023 മുതലാണ്. ഉടനെ ഡെയിലി ടൈം ഫ്രെയിമിക്ക് ഒന്നും 11th December ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്, സോറി, ഞാൻ ഇതിൽ ട്രേഡ് ചെയ്ത സമയത്ത് വരച്ചു വെക്കുന്ന കുറേ പാറ്റേൺസും വരകളുമാണ്. അത് മായ്ക്കാൻ മറന്നു പോകുന്നതാണ്. അത് എൻ്റെ ഒരു ദുശ്ശീലമാണ്, ക്ഷമിക്കണം. ഞാൻ വരച്ച പ്ലോട്ട് ചെയ്ത ചാർട്ടിലുള്ള പ്ലോട്ടൊന്നും ഞാൻ മായ്ക്കാറില്ല. ഇവിടെ ബൗൺസ് ഓഫ് ചെയ്തു, ഇവിടെ നിന്നൊരു ബൗൺസ് ഓഫ് വന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എൻ്റർ ചെയ്തു. ആ ക്യാൻഡിലിൻ്റെ ഇതിൻ്റെ പ്രീവിയസ് ക്യാൻഡിൽ ഇതാണ്. അതിൻ്റെ ഇവിടെ നിന്നാണ് ആ പ്രീവിയസ് ക്യാൻഡിൽ തുടങ്ങുന്നത്. എന്നൊരു ചെറിയ ബഫറോട് കൂടിയിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. 2.67 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ 5 വരെ ഇവിടെ കിട്ടുന്നുണ്ട്, 5.25 വരെയൊക്കെ പോകുന്നുണ്ട്. അത് ഇവിടുന്ന് റിവേഴ്സ് ചെയ്ത് എന്നാൽ പോലും ആണ്. അപ്പോൾ MACD വീക്ക്ലി ടൈം ഫ്രെയിം ബുള്ളിഷ് ആവണം. പിന്നെ ബുള്ളിഷ് ആയിക്കഴിഞ്ഞാൽ അതാണ് സിഗ്നൽ. സോ ഫസ്റ്റ് ബാറ് ബുള്ളിഷ് ആയിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇവിടെയൊക്കെ MACD ബിയറിഷ് ആണ്, ഫസ്റ്റ് ബാർ ബുള്ളിഷ് ബാർ വരുന്നത് 7th November ആണ്, ഉദാഹരണം പറയുകയാണ്. അപ്പോൾ അത് മുതലാണ് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സ്റ്റോക്കും കൂടി നോക്കിയിട്ട് നമുക്ക് ഈ സ്ട്രാറ്റജി കൺക്ലൂഡ് ചെയ്യാം. ഇത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ സ്റ്റോക്കാണ്, വിച്ച് മീൻസ് നമ്മുടെ ഓട്ടോ സെക്ടറിൽ ഉള്ള സ്റ്റോക്കാണ്. അപ്പോൾ ഇവിടെയൊക്കെ MACD ബിയറിഷ് ആണ്. ബിയറിഷ്നെസ് കഴിഞ്ഞിട്ട് ബുള്ളിഷ്നെസ് പറഞ്ഞത് 12th February 2024 ആണ്. കുറച്ച് ലേറ്റസ്റ്റ് ഡാറ്റ ഇതിൽ കിട്ടുന്നുണ്ട്, അടുത്തുള്ള ഡാറ്റ 2024 തന്നെ ഉണ്ട്. അപ്പോൾ ബുള്ളിഷ്നെസ് തുടങ്ങുന്നത് 12th February 2024. ഓക്കെ, ഇത് ഞാൻ എടുത്തൊരു ട്രേഡാണ് ആക്ച്വലി. അതിൻ്റെ മാർക്കാണ്, അതിൻ്റെ പ്ലോട്ടിംഗ് ആണ് ഈ കിടക്കുന്നത്. ഫെബ്രുവരി. ഓക്കെ, സോ ഫസ്റ്റ് ഫെബ്രുവരി മന്ത് തുടങ്ങി. ആദ്യം 20 MAയുടെയും 50 MAയുടെയും പെനട്രേറ്റ് ചെയ്ത് താഴോട്ട് പോയി ക്യാൻഡിൽസ്. പിന്നെ ആദ്യം മേലോട്ട് വരുന്നത് ഇതാ ഇവിടെയാണ്, 15th February. അന്ന് തന്നെ നമ്മൾ ട്രേഡ് എടുത്തു. ഈ സ്വിംഗ് ട്രേഡിങ് ട്രേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 9:15 ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. ക്യാൻഡിൽ മൊത്തമായിട്ട് ഫോം ചെയ്തിട്ട്, അതായത് ഒരു 3:15 നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ 3 മണി to 3:15. 3:15 മാർക്കറ്റ്, 3:30 മാർക്കറ്റ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 മണി to 3:30 ഉള്ളിലാണ് നിങ്ങൾ എൻട്രി ചെയ്യുന്നതായിരിക്കും സേഫ്. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ആദ്യത്തെ 1 മണിക്കൂറിൽ കണ്ടു കഴിഞ്ഞാൽ ബുള്ളിഷ് ക്യാൻഡിലാണെന്ന് തോന്നും, നിങ്ങൾ എൻട്രി ചെയ്യും. അല്ലെങ്കിൽ ഒരു ഉച്ച വരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബുള്ളിഷ് ആണെന്ന് തോന്നും, ഫസ്റ്റ് 2 hours അങ്ങനെ ആയിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ക്യാൻഡിൽ ബിയറിഷ് ആയി മാറും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ട്രേഡ് തെറ്റിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഒരു 3 മണി to 3:30 ക്യാൻഡിൽ ഏകദേശം പൂർണ്ണമായും ഫോം ചെയ്ത ശേഷം എൻട്രി ചെയ്യുക. അപ്പോൾ ഇതിൽ എൻട്രി ചെയ്തപ്പോൾ ഇതിൽ സ്റ്റോപ്പ് ലോസ് 6.06% ആണ്. 14.40 വരെ 14.40 വരെ പോല, അപ്രോക്സിമറ്റ്ലി 11.78 വരെ ഇതിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ 4 സ്റ്റോക്കിൽ ഈ സ്ട്രാറ്റജി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഓവറോൾ ജനറലായ കുറേ കണ്ടീഷൻസ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സ്വിംഗ് ട്രേഡിങ് നന്നായി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവറോൾ മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചാലും അതിൻ്റെ എഫിഷ്യൻസി കൂടുന്നത് ഓവറോൾ മാർക്കറ്റ് നമ്മുടെ ഫേവറിലാവുമ്പോഴാണ്. അതൊന്നും മറക്കരുത്. ഫസ്റ്റ് വീഡിയോ കാണാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് അത് കാണുക. കാരണം ഞാനിപ്പോൾ ഇതിൽ പറയുന്ന ഈ 20 MA 50 MA സ്ട്രാറ്റജി വെച്ചിട്ടാണ് ട്രേഡ് എടുക്കാൻ പറയുന്നത്. ആ സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫസ്റ്റ് വീഡിയോയിലാണ്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അത് ആദ്യം കാണുക. അപ്പോൾ ഈ സ്ട്രാറ്റജി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച്.
ഹലോ ഗായ്സ്, നമ്മുടെ സ്വിംഗ് ട്രേഡിംഗ് കോഴ്സിലെ സെക്കൻഡ് വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്, അതാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് വളരെ ആക്യുറേറ്റായ ട്രേഡ്സ് എടുക്കാൻ സാധിക്കും. പിന്നെ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് ഒരു പരിധിവരെ പ്രഡിക്റ്റ് ചെയ്യാനും സാധിക്കും. ഒരു പരിധിവരെ എന്ന് ഞാൻ പറയുന്നത് ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ എന്തായാലും സംഭവിക്കും, അല്ലെങ്കിൽ ഉറപ്പായിട്ടും സംഭവിക്കും എന്നുള്ള ഒരു കാര്യമില്ല. എല്ലാം പ്രോബബിലിറ്റിയിലാണ്. അതുകൊണ്ട് ഒരു നല്ല പ്രോബബിലിറ്റി ഉള്ള ട്രേഡുകൾ, സക്സസ്സിന് നല്ല പ്രോബബിലിറ്റി ഉള്ള ട്രേഡുകൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം ട്രേഡിലേക്ക് പോവാം. ഇതിൽ ഞാൻ ഇവിടെ ഇത് ട്രേഡിംഗ് വ്യൂവിൻ്റെ ഇൻ്റർഫേസ് ആണ്. ഇതിൽ 4 സ്റ്റോക്സ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ONGC ആണ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, ആ സെക്ടർ എന്നുള്ള ഒരു സ്റ്റോക്കാണ്. പിന്നെ ഒന്ന് ബാങ്കിങ് സെക്ടർ എന്നുള്ള സ്റ്റോക്കാണ്, ആക്സിസ് ബാങ്ക്. പിന്നെ ഒന്ന് ഏഷ്യൻ പെയിൻറ്റ്, ഒരു കമ്മോഡിറ്റി. പിന്നെ ഒരു ഓട്ടോ മൊബൈൽ സെക്ടർ എന്നുള്ള സ്റ്റോക്കാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. സോ ഇത് 4 സെക്ടറിലെയും ഉള്ള സ്റ്റോക്കുകളിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ONGCയിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് കിടക്കുന്നത്. 2 ഇൻഡിക്കേറ്റേഴ്സാണ് ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ അതേ ഇൻഡിക്കേറ്ററാണ് മൂവിങ് ആവറേജ് എക്സ്പൊണൻഷ്യൽ, അഥവാ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് വീണ്ടും പറയാത്തത്. ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. പിന്നെ സ്റ്റൈലിൽ പ്ലോട്ടിലുള്ള 100 മൂവിങ് ആവറേജും 200 മൂവിങ് ആവറേജും ഒഴിവാക്കുക. എന്നിട്ട് ഈ 20 MA നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് 20 MAയുടെയും 50 MAയുടെയും കളർ ചേഞ്ച് ചെയ്യാം. ഞാൻ 20 MA ഗ്രീനും 50 MA റെഡുമാണ് വെക്കാറ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് വെക്കാം. ഓക്കെ. പിന്നെ വേറൊരു ഇൻഡിക്കേറ്ററാണ് MACD എന്ന് പറഞ്ഞിട്ട്, മൂവിങ് ആവറേജ് കൺവെർജൻസ് ഡൈവർജൻസ് ആണ് ഇൻഡിക്കേറ്ററിൻ്റെ ഫുൾ ഫോം. ഇതും ഫ്രീ ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫ്രീ വേർഷനിൽ അവൈലബിൾ ആണ്. ഏതൊരു ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ട്രേഡിംഗ് വ്യൂയുടെ ബേസിക് വേർഷൻ ഫ്രീ വേർഷനിൽ അവൈലബിൾ ആയ ഇൻഡിക്കേറ്റേഴ്സ് മാത്രമേ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഫ്രീ വേർഷനിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. അതുകൊണ്ട് പെയ്ഡ് വേർഷൻ്റെ ഒരാവശ്യമില്ല. ഫ്രീ വേർഷൻ ഉള്ള ഫ്രീ ആയിട്ട് അവൈലബിൾ ആയ വേർഷനിൽ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിലുള്ളൂ. അപ്പോൾ ONGC ഇപ്പോൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് കിടക്കുന്നത്. നമ്മൾ 2 ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്തു. എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് അതിൽ 20 MAയും 50 MAയും വെച്ചു. പിന്നെ MACD എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേറ്റർ വെച്ചു. ഇതാണ് MACD ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇനി ടൈം ഫ്രെയിം ആദ്യം വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് ആക്കുക. 2 ടൈം ഫ്രെയിമിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് ആക്കുക. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുന്നത് ഈ MACD യൂസ് ചെയ്യേണ്ട എങ്ങനെയെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. MACDയിൽ ഈ ബ്ലോക്സ് കണ്ടില്ലേ, ഈ വോള്യത്തിൻ്റെ ബാറ് പോലത്തെ ഈ ബ്ലോക്സ് റെഡാണ്. ഇപ്പോൾ ഈ റീജിയണിലൊക്കെ റെഡാണ് കണ്ടോ. 12 April 2021 റെഡാണ്. പിന്നെ അത് റെഡിൽ നിന്ന് ഗ്രീൻ ആവുന്നത് 31 May 2021. അപ്പോൾ റെഡിൽ നിന്ന് ഗ്രീൻ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീക്ക് മുതൽ ചെറുതായി ബുള്ളിഷ്നെസ് ആ സ്റ്റോക്കിൽ വന്നു എന്നാണ് അർത്ഥം. പിന്നെ ഈ 31 May 2021 മുതൽ 28 June 2021 വരെ അങ്ങനെയാണ്. പിന്നെ 5 July 2021 മുതൽ ഇത് റെഡ് ആവുന്നുണ്ട്. ഈ ബ്ലോക്കിന്റെ കളർ മാറുന്നുണ്ട്. അതിന്റെ അർത്ഥം ആ വീക്ക് മുതൽ ബിയറിഷ്നെസ് വരികയാണ് ഈ സ്റ്റോക്കിൽ എന്നാണ്. അതായത് ആ സ്റ്റോക്കിന്റെ ജനറൽ ട്രെൻഡ് ബിയറിഷ് ആയിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഇത് വീക്ക്ലി ടൈം ഫ്രെയിമിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസിൽ ആദ്യം വീക്ക്ലി ടൈം ഫ്രെയിമും ഡെയിലി ടൈം ഫ്രെയിമുമാണ് നോക്കുന്നത്. സോ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിൽ നിന്നും ഗ്രീനിലേക്ക്, അതായത് വീക്ക്ലി ടൈം ഫ്രെയിമിലെ MACD, സ്റ്റോക്കിന്റെ MACD മൂവിങ് ആവറേജ് കൺവെർജൻസ് ഡൈവർജൻസ് റെഡിൽ നിന്നും ഗ്രീനിലേക്ക്, ഈ ബ്ലോക്ക് റെഡിൽ നിന്നും ഗ്രീനിലേക്ക് ആവുന്ന എപ്പോഴാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് സിഗ്നൽ. അപ്പോൾ
ഇവിടെ റെഡാണ്. മൺഡേ 5th of June 2023 മുതൽ 10th of July 3rd of July 2023 വരെ റെഡാണ്, ബിയറിഷ്നെസ് ആണ് സ്റ്റോക്കിൽ. അത് കഴിഞ്ഞ് 10th of July 2023 മുതൽ ഗ്രീനാണ്. അപ്പോൾ അവിടുന്ന് മുതലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ 10th of July 2023 ഈ സ്റ്റോക്ക് ONGC ബുള്ളിഷായി എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഉടനെ അടുത്ത പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ നോക്കിയത് വീക്ക്ലി ടൈം ഫ്രെയിമിൽ 10th of July 2023 ആണ്. അപ്പോൾ ഏതാണ്ട് അതേ ഡേറ്റിന് പോവുക. ഇതാണ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ ജൂലൈ മാസം, അല്ല ഡെയിലി ടൈം ഫ്രെയിമിൽ ജൂലൈ മാസം. അപ്പോൾ അതാ 10th of July ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ 10th of July കഴിഞ്ഞിട്ട് ആദ്യം ഡെയിലി ടൈം ഫ്രെയിമിൽ വരുന്ന സിഗ്നൽ, ബുള്ളിഷ് സിഗ്നൽ, അതായത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ സിഗ്നൽ എപ്പോഴാണോ വരുന്നത് ആ ദിവസം ആ ഡെയിലി ക്യാൻഡലിൽ നിങ്ങൾ എൻ്റർ ചെയ്യണം. അപ്പോൾ 10th of July ഇതാണ് ഒരു ബിയറിഷ് ക്യാൻഡിലാണെന്നുള്ളത്. നെക്സ്റ്റ് ഡേ ഈ ക്യാൻഡിലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബൗൺസ് ഓഫ് വരുന്നത്, അതായത് 20 MA പോയി ബൗൺസ് ഓഫ് ചെയ്യുന്നത് ഏതാണ്ട് ഇതായി ഇവിടെയാണ്. കണ്ടോ, ഇവിടെ പോയി ബൗൺസ് ചെയ്തു. പിന്നെ തിരിച്ച് മേലേക്ക് കയറുന്നത് 21st of July 2023 അപ്പോൾ 21st of July 2023 നോക്കുകയാണെന്ന് വെച്ചാൽ കണ്ടോ, ഇവിടെയാണ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പ്രീവിയസ് സ്വിംഗ് ലോ എന്ന് വെച്ചാൽ ഇതിന് താഴെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം, അല്ലെങ്കിൽ ഇതേ ക്യാൻഡിലിൻ്റെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോയിലെ താഴെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ എടുത്തു വിചാരിക്കുക. അപ്പോൾ 3.25 ആണ്, ഏകദേശം 6 എടുത്തു, 1:2 എടുത്തു എന്ന് വിചാരിക്കുക. വളരെ ഈസി ആയിട്ട് ഇത് കിട്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓവറോൾ ട്രെൻഡ് നിങ്ങളുടെ ഫേവറിലാണ്. നിങ്ങൾ ട്രെൻഡിന് എഗൻസ്റ്റ് അല്ല ട്രേഡ് ചെയ്യുന്നു, നിങ്ങൾ ട്രെൻഡിൻ്റെ കൂടെയാണ്. അതായത് മാർക്കറ്റിൻ്റെ ആ സ്റ്റോക്കിൻ്റെ ഓവറോൾ ട്രെൻഡ് എന്താണ്, ബുള്ളിഷാണ്. അപ്പോൾ നിങ്ങളും ബുള്ളിഷ് സൈഡിലേക്കാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭൂരിപക്ഷം ട്രേഡും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും ഈ സ്ട്രാറ്റജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതായത് പ്രോബബിലിറ്റിയാണ് പറയുന്നത്, ഒരു 60% ആക്യുറസി ഒക്കെ എന്തായാലും ഉണ്ടാവും. 1:2 അല്ലെങ്കിൽ തുടക്കക്കാരനാണെങ്കിൽ 1:1.5 ഇതിൽ യൂസ് ചെയ്യാം ഈ ടെക്നിക്കിൽ. പിന്നെ അപ്പോൾ 2 ടൈം ഫ്രെയിമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, വീക്ക്ലി ടൈം ഫ്രെയിമും ഡെയിലി ടൈം ഫ്രെയിമും. പിന്നെ MACD ഇൻഡിക്കേറ്ററും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ONGCയിൽ നോക്കി ഈ സെയിം കാര്യം ഒരു ബാങ്ക് സ്റ്റോക്സിൽ നോക്കുകയാണ്. ഞാൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് എന്നുള്ളതിൽ ഇത് ചെയ്ത് കാണിച്ചു തരികയാണ്. അതുകൊണ്ടാണ് ഒന്ന് ONGCയും ഒന്ന് ആക്സിസ് ബാങ്കിൻ്റെ സ്റ്റോക്ക് കൊടുക്കാൻ കാരണം എല്ലാ സെക്ടേഴ്സിലും ഇത് വർക്ക് ചെയ്യുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ. അപ്പോൾ സെയിം നമ്മുടെ സിറ്റുവേഷൻ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോവാണ്. അപ്പോൾ ബിയറിഷ്നെസ് ഇവിടെ മുതൽ തുടങ്ങുകയാണ് ബിയറിഷ് ട്രെൻഡ്. വീക്ക്ലി ടൈം ഫ്രെയിം MACD 16 ഒക്ടോബർ മുതൽ 20 നവംബർ വരെ ബിയറിഷ് ആണ്. ബുള്ളിഷ് ട്രെൻഡ് തുടങ്ങുന്നത് 28 നവംബർ 2023. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ 28 നവംബർ ആ ആഴ്ച, അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച നെക്സ്റ്റ് മൺഡേ മുതൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നവംബറിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമാണ്. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ പിന്നെ നിങ്ങൾ MACD നോക്കേണ്ട ആവശ്യമില്ല. ഈ 20 MA എന്ന് ബൗൺസ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ 20 MAയുടെ മേലേക്ക് ക്രോസ് ചെയ്യുക. ഈ പച്ച ലൈനാണ് 20 MA, അതിൻ്റെ മേലേക്ക് ക്രോസ് ചെയ്യുന്നു എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഈ സ്ട്രാറ്റജി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് രണ്ടാമത് പറയാത്തത്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ആദ്യം ആ വീഡിയോ കാണുക. അപ്പോൾ നവംബർ മാസമാണ് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നത്. 28 നവംബറിനാണ് ട്രേഡ് എടുത്തു. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോ ഇതാണ് പ്രീവിയസ് ക്യാൻഡലിൻ്റെ, അതിൻ്റെ ലോ ഇതാണ്. അതിലേക്ക് കുറച്ചും കൂടി താഴെ ഒരു ബഫർ വിട്ടിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചു. 2.60% ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഒരു 4%, 5% ഒക്കെ നമുക്ക് 1:2 വിചാരിക്കാം. 5.5 വെച്ചാൽ പോലും കിട്ടുന്നുണ്ട്. കാരണം ഈ സ്റ്റോക്ക് ഓൾ ദ വേ 1145 വരെ പോയി. അത്രയൊന്നും നമ്മൾ സാധാരണ എടുക്കാറില്ല. അതുകൊണ്ട് ഇത് മൊത്തം പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ എന്നിട്ട് പോലും റിവേഴ്സ് ആയില്ല. ഇവിടെ നിന്ന് ബൗൺസ് ഓഫ് ചെയ്ത് പിന്നെയും മേലോട്ട് തന്നെ പോക്ക്. 11.61% ആണ് ഇതിൽ മൊത്തം വന്നിരിക്കുന്നത്. 11.61%. അപ്പോൾ ആക്സിസ് ബാങ്ക് സ്റ്റോക്കിലാണ് ഇപ്പോൾ ഇത് നമ്മൾ ചെയ്ത് നോക്കിയത്. ഇനി അടുത്തത് വേറെ സ്റ്റോക്ക് കൂടി നോക്കാം. ഒരുപാട് സ്റ്റോക്കുകളായാൽ
വീഡിയോ വല്ലാതെ നീണ്ടുപോകുമെന്നുള്ള ഒരു പേടിയുണ്ട്. അതുകൊണ്ടാണ് ഒരു 4 സ്റ്റോക്ക് മാത്രം നോക്കിയത്. ഓക്കെ, ഏഷ്യൻ പെയിൻസിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ MACD ബുള്ളിഷ് ആവുന്നത് 11th of December 2023 മുതലാണ്. ഉടനെ ഡെയിലി ടൈം ഫ്രെയിമിക്ക് ഒന്നും 11th of December ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്, ഞാൻ ഇതിൽ ട്രേഡ് ചെയ്ത സമയത്ത് വരച്ചു വയ്ക്കുന്ന കുറേ പാറ്റേൺസും വരകളുമാണ്. അത് മായ്ക്കാൻ മറന്നു പോകുന്നതാണ്. അത് എൻ്റെ ഒരു ദുശ്ശീലമാണ്, ക്ഷമിക്കണം. ഞാൻ പ്ലോട്ട് ചെയ്ത ചാർട്ടിലുള്ള പ്ലോട്ടൊന്നും ഞാൻ മായ്ക്കാറില്ല. ഇവിടെ ബൗൺസ് ഓഫ് ചെയ്തു, ഇവിടെ നിന്നൊരു ബൗൺസ് ഓഫ് വന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എൻ്റർ ചെയ്തു. ആ ക്യാൻഡിലിൻ്റെ ഇതിൻ്റെ പ്രീവിയസ് ക്യാൻഡിൽ ഇതാണ്. അതിൻ്റെ ഇവിടെ നിന്നാണ് ആ പ്രീവിയസ് ക്യാൻഡിൽ തുടങ്ങുന്നത്. എന്നൊരു ചെറിയ ബഫറോട് കൂടിയിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. 2.67 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ പെർസെൻറ്റേജ്. അപ്പോൾ 5 വരെ ഇവിടെ കിട്ടുന്നുണ്ട്, 5.25 വരെയൊക്കെ പോകുന്നുണ്ട്. അത് ഇവിടുന്ന് റിവേഴ്സ് ചെയ്ത് എന്നാൽ പോലും ആണ്. അപ്പോൾ MACD വീക്ക്ലി ടൈം ഫ്രെയിം ബുള്ളിഷ് ആവണം. പിന്നെ ബുള്ളിഷ് ആയിക്കഴിഞ്ഞാൽ അതാണ് സിഗ്നൽ. സോ ഫസ്റ്റ് ബാറ് ബുള്ളിഷ് ആയിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇവിടെയൊക്കെ MACD ബിയറിഷ് ആണ്, ഫസ്റ്റ് ബുള്ളിഷ് ബാർ വരുന്നത് 7th of November ആണ്. ഉദാഹരണം പറയുകയാണ്. അപ്പോൾ അത് മുതലാണ് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സ്റ്റോക്കും കൂടി നോക്കിയിട്ട് നമുക്ക് ഈ സ്ട്രാറ്റജി കൺക്ലൂഡ് ചെയ്യാം. ഇത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ സ്റ്റോക്കാണ്, വിച്ച് മീൻസ് നമ്മുടെ ഓട്ടോ സെക്ടറിൽ ഉള്ള സ്റ്റോക്കാണ്. അപ്പോൾ ഇവിടെയൊക്കെ MACD ബിയറിഷ് ആണ്. ബിയറിഷ്നെസ് കഴിഞ്ഞിട്ട് ബുള്ളിഷ്നെസ് പറഞ്ഞത് 12th of February 2024 ആണ്. കുറച്ച് ലേറ്റസ്റ്റ് ഡാറ്റ ഇതിൽ കിട്ടുന്നുണ്ട്, അടുത്തുള്ള ഡാറ്റ 2024 തന്നെ ഉണ്ട്. അപ്പോൾ ബുള്ളിഷ്നെസ് തുടങ്ങുന്നത് 12th of February 2024. ഓക്കെ, ഇത് ഞാൻ എടുത്തൊരു ട്രേഡാണ് ആക്ച്വലി. അതിൻ്റെ മാർക്കാണ്, അതിൻ്റെ പ്ലോട്ടിംഗ് ആണ് ഈ കിടക്കുന്നത്. ഫെബ്രുവരി. ഓക്കെ, സോ ഫസ്റ്റ് ഫെബ്രുവരി മന്ത് തുടങ്ങി. ആദ്യം 20 MAയുടെയും 50 MAയുടെയും പെനട്രേറ്റ് ചെയ്ത് താഴോട്ട് പോയി ക്യാൻഡിൽസ്. പിന്നെ ആദ്യം മേലോട്ട് വരുന്നത് ഇവിടെയാണ്, 15th of February. അന്ന് തന്നെ നമ്മൾ ട്രേഡ് എടുത്തു. ഈ സ്വിംഗ് ട്രേഡിങ്ങിൽ ട്രേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 9:15 ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. ക്യാൻഡിൽ മൊത്തമായിട്ട് ഫോം ചെയ്തിട്ട്, അതായത് ഒരു 3:15 നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ 3 മണി to 3:15 മാർക്കറ്റ്, 3:30 മാർക്കറ്റ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 മണി to 3:30 ഉള്ളിലാണ് നിങ്ങൾ എൻട്രി ചെയ്യുന്നതായിരിക്കും സേഫ്. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ആദ്യത്തെ 1 മണിക്കൂറിൽ കണ്ടു കഴിഞ്ഞാൽ ബുള്ളിഷ് ക്യാൻഡിലാണെന്ന് തോന്നും, നിങ്ങൾ എൻട്രി ചെയ്യും. അല്ലെങ്കിൽ ഒരു ഉച്ച വരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബുള്ളിഷ് ആണെന്ന് തോന്നും. ഫസ്റ്റ് 2 hours അങ്ങനെ ആയിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ക്യാൻഡിൽ ബിയറിഷ് ആയി മാറും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ട്രേഡ് തെറ്റിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഒരു 3 മണി to 3:30 ക്യാൻഡിൽ ഏകദേശം പൂർണ്ണമായും ഫോം ചെയ്ത ശേഷം എൻട്രി ചെയ്യുക. അപ്പോൾ ഇതിൽ എൻട്രി ചെയ്തപ്പോൾ ഇതിൽ സ്റ്റോപ്പ് ലോസ് 6.06% ആണ്. 14.40 വരെ കൂല, അപ്രോക്സിമേറ്റ്ലി 11.78 വരെ ഇതിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ 4 സ്റ്റോക്കിൽ ഈ സ്ട്രാറ്റജി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഓവറോൾ ജനറലായ കുറേ കണ്ടീഷൻസ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സ്വിംഗ് ട്രേഡിങ് നന്നായി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവറോൾ മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചാലും അതിൻ്റെ എഫിഷ്യൻസി കൂടുന്നത്. ഓവറോൾ മാർക്കറ്റ് നമ്മുടെ ഫേവറിലാവുമ്പോഴാണ്. അതൊന്നും മറക്കരുത്. ഫസ്റ്റ് വീഡിയോ കാണാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് അത് കാണുക. കാരണം ഞാനിപ്പോൾ ഇതിൽ പറയുന്ന ഈ 20 MA 50 MA സ്ട്രാറ്റജി വെച്ചിട്ടാണ് ട്രേഡ് എടുക്കാൻ പറയുന്നത്. ആ സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫസ്റ്റ് വീഡിയോയിലാണ്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അത് ആദ്യം കാണുക. അപ്പോൾ ഈ സ്ട്രാറ്റജി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച്.